ബോധി ഈ സമയം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കൊന്ന് പോകാം. അതായത് ഈ അപകട സ്ഥലത്ത് അപകടം ഉണ്ടായ സംഭവത്തിൻ്റെ ആ സൗണ്ട് കേട്ട് സ്ഥലത്തേക്ക് എത്തിയ അനുവാണ് ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തുക, രക്ഷാപ്രവർത്തനം തുടക്കം കുറിക്കുകയും ചെയ്തത്. അനു ഇവിടെ എത്തുമ്പോൾ എന്താണ് കാണുന്നത്? വീട് ഇതാ അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ട് ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഓടിച്ചാടി വരുമായിരുന്നു. ഞാനും പപ്പയും ഓടി വന്നപ്പോൾ ഇടിച്ച് റോങ് സൈഡിലാണ് കാറ് കിടന്നത്. ഇടിച്ച് അകത്ത് കയറി ഇരിക്കുക. അപ്പോൾ നമ്മൾ ഡോറിലെല്ലാം പിടിച്ചു നോക്കി, ജാമ. അപ്പോൾ ആ ചേച്ചിക്ക് ജീവനുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ ആ ബാക്കിലത്തെ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മളപ്പോഴത്തേന് ഡിവൈഎഫ്ഐയിലെ വിഷ്ണു തമ്പി നമ്മൾ അറിയിച്ചിരുന്നു. പുള്ളിക്കാരൻ സ്വാതന്ത്ര്യം ആംബുലൻസ് വിളിച്ചു വിട്ടു. ആംബുലൻസ് പെട്ടെന്ന് വന്നു. പുള്ളിക്കാർ നമ്മളെ എങ്ങനെയോ വലിച്ച് ഇറക്കി ആംബുലൻസിൽ കയറ്റി വിട്ടു. ബാക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ജാമായി പോയി. പിന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം വന്നു കഴിഞ്ഞാണ് ഇവരെ ഇറക്കുന്നത്. അപ്പോഴത്തേന് 3 പേരും മരിച്ചിരുന്നു. മറ്റു 3 പേര് കണ്ട കാഴ്ചയിൽ തന്നെ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുമായിരുന്നു അല്ലേ? കാണുമ്പോഴേ അറിയാം, കാരണം ഫുള്ള് എന്നാ പറയുന്നത്, ഭീകരമായിരുന്നു. കാഴ്ച ഫുള്ള് ഒടിഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഫ്രണ്ടിലത്തെ 2 പേര് ഫുള്ള് ജാമായി പോയി. ബൈക്കിലിരുന്ന പുള്ളിക്കാരനാന്ന് തോന്നുന്നു. പുള്ളിക്കാരനെ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപകടം 4 മണിക്കായിരുന്നു അല്ലേ? 4:05 4:05 അപകടം. ശബ്ദം കേട്ട് ഉണരുകയായിരുന്നു അതിനൊക്കെ. ശബ്ദം കേട്ട് ഞാൻ ആദ്യം ഒരു സ്വപ്നമാണെന്ന് ഓർത്തു. പിന്നെ അമ്മ നല്ല രീതിക്ക് അലച്ച്. അപ്പോഴത്തേനും പപ്പ ചാടി ഇറങ്ങി വന്നു. ഞാനും പപ്പയുടെ ആണ് വന്ന് ആദ്യം കാണുന്നത്. അവസാനത്തെ 3 പേരെയാണല്ലോ പിന്നീട് പുറത്തെടുത്ത പുരുഷന്മാരെ. അപ്പോഴത്തേക്ക് ഏത് സമയത്ത് എത്തിയിട്ടുണ്ടാവും? അപ്പോഴത്തേന് 5 മണി ആവാറായി. അത് നല്ല സമയമെടുത്തു. ഫയർഫോഴ്സിനെ അപ്പം തന്നെ വിവരം അറിയിച്ചിരുന്നു. അവർ വരാൻ കോന്നിന്ന് ആദ്യം പത്തനംതിട്ടയ്ക്കാണ് കോള് പോയത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കണക്ട് ചെയ്യുമായിരുന്നു കോന്നിക്ക്. പിന്നെ ആംബുലൻസ് അപ്പോഴത്തേനും ആദ്യം ആ ചേച്ചിയെ കൊണ്ടുപോയിട്ട് 2ാമത് വന്നു ആംബുലൻസ്. പിന്നെ അപ്പോഴത്തേനും അവർ വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫയർഫോഴ്സ് വന്നിട്ടാണ് ഹൈഡ്രോളിക് വെച്ചാണ് അവർ പൊളിച്ചു മാറ്റിയത്. വണ്ടി ഫുള്ള് ലോക്കായിപ്പോയി. എയർ ബാഗ് പോലും വന്നിട്ടില്ല വണ്ടിയിൽ. അതെന്താണെന്നറിയില്ല, എയർ ബാഗ് ഒന്നുമില്ല. പഴക്കമുള്ള വാഹനമായതുകൊണ്ട് ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കാം. അതുകൊണ്ടായിരിക്കും. എയർ ബാഗ് ഉണ്ടെങ്കിലും നല്ല ഇത്ര സ്പീഡിൽ വന്നോണ്ടായിരിക്കും ഇത്രയും ഇതിൽ ഇടിച്ച് ജാമായി പോയില്ലേ. 5 മണിക്ക് ശേഷമാണ് അവസാനത്തെ ആളുകളെ പുറത്തെടുത്തത് അല്ലേ? 5 മണി ആവാറായി. 5 മണി ആയപ്പോഴാണ് ബാക്കിയുള്ളവരെ എടുക്കുമ്പോൾ എന്തേലും മരണപ്പെട്ടിരുന്നു. സമീപ ദിവസങ്ങളിൽ, കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ സമീപത്താണ് ഒരു കാറ് മതിലിടിച്ച് തീപിടിച്ചത്. നിരന്തരം അപകടങ്ങൾ എന്നും ഉണ്ടല്ലോ എല്ലാ ദിവസങ്ങളിലും. അതായത് നമ്മളിപ്പോൾ തുടർന്ന് വരുമ്പോൾ എല്ലാ ദിവസവും, ഞാൻ കൂടൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ രാവിലെ ഉണർന്ന് നോക്കുമ്പം എല്ലാ ദിവസങ്ങളിലും 3-4 വാഹനങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ റോഡിൻ്റെ ഇത് പണി തീർന്നതിന് ശേഷം ഇതിനൊരു സ്പീഡ് ബ്രേക്കറോ മറ്റു കാര്യങ്ങളോ ഇവിടെ ഇല്ല. അമിതമായ വേഗത്തിൽ അങ്ങ് പോകുന്നു. ക്യാമറയുടെ സെറ്റപ്പും കുറവാണ്. പിന്നെ ഈ തീർത്ഥാടന കാലമാകുന്നുണ്ടെങ്കിൽ സാധാരണ അലേർട്ട് ചെയ്യാനായിട്ട് MVDയും പോലീസും ഒക്കെ കൂടി 10-15 കിലോമീറ്ററിനകത്ത് ഓരോ അലേർട്ടായിട്ട്, ഇപ്പോൾ നേരത്തെ ചുക്കുവെള്ളം പദ്ധതി, അങ്ങനെ ഓരോ പദ്ധതികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഉറക്കത്തിലും പിന്നെ നമ്മുടെ നാട്ടുകാരും നല്ല സ്പീഡിൽ തന്നെ പോകുന്നത്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അത് പരിഹരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. അതുകൊണ്ട് ഈ അപകടം കുറയ്ക്കണമെങ്കിൽ ആദ്യം നടക്കുമോ, അലേർട്ടാവുമോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അലേർട്ടാവുമോ, പൊതുജന പങ്കാളിത്തത്തോടുകൂടി ചെയ്യാൻ അത്രയും നല്ലത്.